അത് പിന്നെ അതാ ഞാൻ പറഞ്ഞത്. മക്കള് നിങ്ങളെ വൃദ്ധസദനത്തിലാക്കിയ നാട്ടിലൊക്കെ സംസാരം. ഇവിടെ വേറെ വൃദ്ധന്മാരൊന്നുമില്ല. പിന്നത് എന്ത് വൃദ്ധസദന? നാട്ടുകാരെ അടുത്ത് പോയിട്ട് ഈ അങ്ങോട്ട് തിരുത്തിക്കള. എന്ത്? എന്റെ അമ്മ വൃദ്ധസദനത്തിലല്ല, വേറെ ഏതോ വീട്ടിലാന്നോ? വേറെ ഏതോ വീട്ടിലല്ല. അന്റെ ഏട്ടൻ അസീസില്ലേ, ഓന്റെ രണ്ടാം ഭാര്യന്റെ അടുത്താണ് എന്നാണ് പറഞ്ഞടാ. രണ്ടാം ഭാര്യ എന്ന് പറയേണ്ടിരുന്നില്ല. ഒരു ദിവസം എല്ലാ രഹസ്യവും വെളിച്ചത്ത് വരും. അത് എത്രയും നേരത്തെ ആയാൽ അത്രയും നല്ലതാ. എന്റെ മകൻ അസീസ് എനിക്കും വേണ്ടി കഷ്ടപ്പെട്ടതിന് കണക്കില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ഓൽക്കും വേണ്ടിയിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. എനിക്ക് ഇനി അധിക കാലം ബാക്കിയില്ല. പക്ഷേ എന്റെ കാലശേഷം എന്റെ മോനൊരു ജീവിതം വേണ്ടേ മോളെ? ഇക്കവിടെ ഇല്ല, പുറത്തു പോയതാ. എന്നോടും എന്റെ ഭാര്യയോടും നിങ്ങൾക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ അല്ലേ? നിങ്ങളുടെ ഭർത്താവ് സർവസൽഗുണ സമ്പന്നനായിരുന്നല്ലോ നിങ്ങളുടെ കണ്ണിൽ. ആ ഭർത്താവിനെ നേരിൽ കണ്ടൊന്ന് അഭിനന്ദനം അറിയിക്കാനാണ് ഞാൻ വന്നത്. കാര്യം എന്താ വെച്ചാ മനസ്സിലാവുന്ന ഭാഷയിലൊന്ന് പറയ്. എന്റെ ഉമ്മ എവിടെ കൊണ്ടാക്കിന്നാ പറഞ്ഞത്? വൃദ്ധസദനത്തില് അല്ലേ? പക്ഷേ ആ വൃദ്ധസദനത്തില് ഒരു വൃദ്ധ മാത്രമേ ഉള്ളൂ. അവരെ നോക്കാൻ ഒരു നേഴ്സും. എന്നാൽ ആ നേഴ്സ് ആരാണെന്ന് അറിയണ്ടേ? അതൊരാളുടെ രണ്ടാം ഭാര്യ. നിങ്ങളുടെ ഭർത്താവായ അസീസ് എന്ന മഹാന്റെ രണ്ടാം ഭാര്യ.
മരുമോന്റെ മതം പാടാൻ ഇത്രയും വലിയ നാവായിരുന്നല്ലേ നിങ്ങക്ക്? ഇപ്പൊ എന്തായി? നാട്ടുകാരെയും കുടുംബക്കാരെയും ഇടയിൽ നാണം കെട്ടില്ലേ? ഇമ്മാനെ നോക്കണ പേരും പറഞ്ഞു പോയതേ രണ്ടാമതൊരു പെണ്ണിനെ കെട്ടി സുയിക്കാനാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ടില്ലേ? ഉസറും പുളിയിൽ ആണുങ്ങൾക്ക് ചേർന്ന പണിയാണെന്ന് രണ്ടാം കെട്ട്. ഇനി ഞമ്മളെ മോക്ക് എന്ത് സ്ഥാനം അവിടെ ഉള്ളത്? കാര്യം എന്താന്നറിയാതെ നിങ്ങള് ഞമ്മളെ മോളെ അടിച്ച്. അത് പിന്നെ ഇടയ്ക്ക് എനിക്കും കിട്ടുന്നതുകൊണ്ട് പോട്ടെ നിക്കാം. പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം. രണ്ടാമത്തോളെ കാര്യം തീർക്കാതെ ഇനി എന്റെ മോൾ ഓന്റെ അടുത്തേക്ക് പോകൂല. അതിന് ഞാനൊട്ട് സമ്മതിക്കൂല. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ കൊന്നാലും വേണ്ടില്ല. ഇങ്ങക്ക് ഉസറുണ്ടെങ്കിൽ ഓനോട് പോയി ചോദിക്കുന്നു. പെണ്ണുങ്ങളെ നേരെ മാത്രം കാണിക്കാനുള്ളതല്ല ആണത്തം. ഇങ്ങക്ക് കഴിയൂലെങ്കിൽ അതിങ്ങോട്ട് പറയ്. ഇന്റെ ആങ്ങളമാരെ കൊണ്ട് ഈ കണക്ക് ഞാനാണ് തീർത്ത് കാണിച്ചു തരാം. ഉമ്മ, ഉപ്പാനോടുള്ള ഈ സംസാര ശൈലി ഉമ്മ മാറ്റണം. മുണ്ടാതെ പോടാ അവിടുന്ന്. ഗൾഫിന്ന് പെട്ടെന്ന് ലീവ് കൊടുത്ത് വിമാനം കയറി ഇവിടെ വരെ എത്തിയത് ഇന്നെ ഉപദേശിക്കാനാ? ഇന്റെ മാപ്പിളക്കും മകനും നട്ടല്ലില്ലാത്തതുകൊണ്ടാ ഞാനിത് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. അനക്ക് ഉസറുണ്ടെങ്കി പോയിട്ട് അന്റെ പുന്നാരളിയ അസീസ് ഉണ്ടല്ലോ, ഓന്റെ ചവിട്ടാണി കുറ്റിക്ക് രണ്ടെണ്ണം പൊട്ടിച്ചു കൊടുക്ക്. അങ്ങനെ ഒരാണാണെന്ന് തെളിയിക്ക്. ഉമ്മ എവിടെ? അകത്തുണ്ട്. ബേരി ഇരിക്കി. സുഖാണോ? നിങ്ങളെ മോനോട് ഞാനൊരിക്കല് വളരെ മോശമായിട്ട് പെരുമാറി. നിങ്ങളെ വൃദ്ധസ്ഥാനത്തിലാക്കിയ വിവരം അറിഞ്ഞപ്പോഴായിരുന്നു അത്. ഇപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. നന്നായി. ഒരു മകന് ഉമ്മയോടുള്ള ബാധ്യത നിറവേറ്റുന്നതിന്റെ ഏറ്റവും നല്ല മാതൃകയാണിത്. പക്ഷേ ഇതിനൊക്കെ കാരണക്കാരിയായി എന്റെ മോളെ ഉമ്മ ഒരിക്കലും ശപിക്കരുത്. ഈ ഭാഗ്യമുള്ളോളാ. പക്ഷെ എന്റെ മോള് കാണിച്ച പോലെ അവിവേകം കാണിച്ച് ആ ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം ഇല്ലാണ്ടാക്കരുത്. അസീസ് എന്റെ മരുമോൻ അത്രയ്ക്ക് നന്മ നിറഞ്ഞൊരു മനസ്സിന്റെ ഉടമയെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അയാളെയാണ് നിനക്ക് ഭർത്താവായി കിട്ടിയത്. ഭാര്യ ഒരു വീടാണെങ്കില് ഭർത്താവ് അതിന്റെ വാതിലാ. വാതിൽ അടഞ്ഞു കിടന്നാ പിന്നെ വീടിന് പ്രസക്തിയില്ലാണ്ടാവും. വീട് വലുതായാലും ചെറുതായാലും വാതിലിന്റെ ഉറപ്പ് ആ വീടിന്റെ ഉറപ്പ്. ആ അർത്ഥത്തിൽ എന്റെ മരുമോൻ ഒരു ഇരുമ്പ് വാതില. പക്ഷേ എന്റെ മോള് ഓലപ്പരയായിപ്പോയി. ഓലപ്പരയ്ക്ക് എന്തിനാ ഇരുമ്പ് വാതില്? അസീസേ, വൃദ്ധസദനത്തിന്റെ പേരും പറഞ്ഞ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയപ്പോഴെങ്കിലും നിനക്ക് സത്യാവസ്ഥ പറയായിരുന്നു. ഏതായാലും ഉമ്മയ്ക്ക് വേണ്ടി നീ ചെയ്ത ഈ ത്യാഗം വളരെ നന്നായി. ഉപ്പ വിചാരിക്കുമ്പോഴല്ല കാര്യങ്ങള്. സത്യാവസ്ഥ ഞാൻ പറയട്ടെ? വേണ്ട, സംഗതികളൊക്കെ കഴിഞ്ഞില്ലേ. നിങ്ങളൊക്കെ സുഖമായിട്ട് കഴിയണമുണ്ടല്ലോ. പക്ഷെ ഭർത്താവിന്റെ രണ്ടാം കെട്ട് കാരണം സ്വന്തം മകളുടെ കണ്ണീര് കാണുന്ന ഏത് ഉപ്പാന്റെയും നെഞ്ചു പുകയും. എന്റെ മരുമോന് രണ്ടാമതൊരു ഭാര്യ കൂടെ ഉണ്ടെന്ന് അറിയുമ്പോ
അതുവരെ അല്പം അഹങ്കാരത്തോടെ പ്രകടിപ്പിച്ചിരുന്ന അഭിമാനത്തിന്റെ അളവ് കുറഞ്ഞു പോകുന്നു എന്നൊരു തോന്നല്. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ചെയ്തത് തെറ്റാവുന്നില്ല. ഈ ചെയ്തത് തന്നെയാണ് ശരി. ഞാൻ പറഞ്ഞതൊക്കെ എന്റെ സ്വാർത്ഥതയുടെ ഭാഗം മാത്രം. സ്വന്തം മകളുടെ കാര്യത്തിൽ മനസ്സുരുകുന്ന ഒരു ഉപ്പക്ക് അവകാശപ്പെട്ട സ്വാർത്ഥതയുടെ ഭാഗം മാത്രം. സാരല്ല, ഈ ചെയ്തത് തന്നെയാണ് ശരി. പെറ്റു വളർത്തിയ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ, അത് തന്നെയാണ് ശരി. ആയിക്കോട്ടെ, എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളി. എന്നാ പിന്നെ നിങ്ങളെ കാര്യം നോക്കണ്ടല്ലോ. പോകുമ്പോളേ ഉമ്മാനെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോയിക്കോളി. നിങ്ങൾ അൻവറിനെ അസ്കറിനെയും കണ്ടു പഠിക്ക്. സംഗതി എന്തൊക്കെ ആണെങ്കിലും ഓല ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് കൊണ്ട് ഉപകാരമുണ്ട്. എനിക്കാണെങ്കിൽ ആ ഭാഗ്യം ഇല്ലാണ്ടായിപ്പോയി. ഇക്കണക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കണ എനിക്കിഷ്ടം. ഇങ്ങനാണെങ്കിലേ ഇന്റെ മക്കൾക്ക് ഉപ്പ അല്ലാണ്ടിരിക്കാ നല്ലത്. നിനക്ക് നന്നാവണം തോന്നുന്നുണ്ടെങ്കിലേ എന്റെ മരണം വരെ കാത്തിരിക്കരുത് നസീമ. എനിക്ക് ഭാര്യയും മക്കളുണ്ടെന്നുള്ളത് ആദ്യം എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്ക്. ഞാനൊരു ഉപ്പയാണെന്നുള്ളത് മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്ക്. നിനക്കിഷ്ടമില്ല എന്ന കാരണം കൊണ്ടല്ല ഒരു കാര്യം തെറ്റാവണത്. എന്റെ ഉമ്മയെ അവഗണിച്ചുകൊണ്ട് എനിക്കൊരു സന്തോഷം ആവശ്യമില്ല. നിന്നോട് ഒരപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. എന്റെ മക്കളെ എന്നിൽ നിന്ന് അകറ്റരുത്. അവർ എന്റെ ജീവന്റെ ഭാഗമാണ്. പടച്ചോനെ, എന്താണ് ഞാൻ കാണുന്നത്? എത്ര പ്രാവശ്യം പറഞ്ഞു അടുത്ത ബാത്റൂമിൽ പോരുതെന്ന്. ഇനി ആയില്ലോ ഞാൻ വെള്ളം ഒഴിക്കണോ? വാതിലും കൂടെ നടക്കൂല. പുറത്തൊരു ബാത്റൂം ഉണ്ട്, അതിലും പോവൂല. ഇനി ഞാൻ ഇത് പൂട്ടിയിടും. ഇതാണോ ജീവിതം? ഈ സന്തോഷം നിലനിൽക്കേണ്ടതല്ല. ഇതിന്റെ പേരിൽ 100 ഇരട്ടി കണ്ണീര് കുടിക്കാൻ തയ്യാറായിക്കോ. പെങ്ങളെടുത്ത തീരുമാനം എന്താണെന്നറിയാൻ കാത്തിരിക്കുക എല്ലാരും. ഞാൻ അങ്ങോട്ട് പോവാൻ തീരുമാനിച്ചു. ഉമ്മാനോടും എന്റെ അക്കാനോടും മാപ്പ് ചോദിക്കണം. ഇനി മുതൽ അവർക്ക് വേണ്ടി ജീവിക്കണം. വളരെ നല്ലത്. പെങ്ങളിപ്പോ പറഞ്ഞില്ലേ ഇനി മുതൽ അവർക്ക് വേണ്ടി ജീവിക്കണമെന്ന്. അതാണ് ഏറ്റവും മഹത്തായ തീരുമാനം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനസ്സ്.